ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സിമ്പിൾ ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു ബിയർ ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലാദ്യം തന്നെ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലൂവും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രേപ്സിൻ്റെ പോലുള്ള കളർ ഉണ്ടാക്കി സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഒരു ചെറിയ ടെക്സ്ചർ ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രൈ ആകുന്നതിനിടയിൽ നമുക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്യാം. അധികം കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് പീസുകൾ എടുത്തിരിക്കുകയാണ്. ഇതിൽ ഹാർട്ട് ഷേപ്പിലുള്ള ലീഫുകൾ പോലെ വരച്ചെടുക്കുകയാണ്. പല വലിപ്പത്തിൽ വേണം ഇത് വരച്ചെടുക്കാൻ. ഇനി ഇവ ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവയിലെല്ലാം ലൈറ്റ് ഗ്രീൻ കളറങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പേപ്പർ ക്യാരി ബാഗിൻ്റെ പിടിയായിട്ട് വന്ന ഭാഗമാണ്. ഇത് നല്ല കട്ടിയുള്ള പേപ്പർ ചുരുട്ടി ഉണ്ടാക്കിയത് തന്നെയാണ്. ഇതിൽ നമുക്ക് ഡാർക്ക് ഗ്രീൻ കളറങ്ങ് അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ഇതിലൊക്കെ ലീഫിലുള്ളതുപോലെയുള്ള വെയിൻസ് ഒക്കെ വരച്ച് ചേർക്കാം. ഇതിനായി ഞാൻ ബാംബു കളറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പിസ്താഷ്യലുകൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഇവയിലേക്ക് റെഡ് കളർ കൊടുക്കുന്നു. റെഡ് ഉണങ്ങിയതിന് ശേഷം ഇവയിലേക്ക് ബ്ലാക്ക് ഉപയോഗിച്ച് വരച്ചെടുക്കണം. നമുക്ക് ഈ ലേഡി ബഗ് പോലെയാണ് ഇത് വരച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ബോട്ടിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ ക്രീപ്പിംഗ് പ്ലാന്റ്സിന്റെ വള്ളികൾ പോലെ ഇങ്ങനെ ബോട്ടിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. പെട്ടെന്ന് സെറ്റ് ആകേണ്ടതുകൊണ്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. സെറ്റാകുന്നവരെ നമുക്കിത് ബോട്ടിലേക്ക് ഒന്ന് കെട്ടിവെക്കുകയോ മറ്റോ ചെയ്യാം. ഇനി ഈ വള്ളികളിൽ ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഒരു നിശ്ചിത കാലത്തിൽ ഈ ലീഫുകളെല്ലാം ഒട്ടിച്ചെടുക്കണം. അങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലേഡി ബഗിനെ ഇലകളിൽ അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുമെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം സെറ്റായിരിക്കുകയാണ്. ഇനി ഇതിലൊരു കൂട്ട് വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന് നല്ലൊരു തിളക്കവും കിട്ടും. കളറൊന്നും ഫെയ്ഡാകാതെ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും.
ഇതിപ്പോൾ വാർണിഷൊക്കെ ഡ്രൈ ആയി സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.